അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരൊറ്റ ദിവസത്തെ വീഡിയോ ആണ്, അങ്ങനെയാണല്ലോ എല്ലാവരും സാധാരണ എടുക്കാറ്. പക്ഷെ അല്ല, ഞാനൊരു 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചിട്ടാണ് ഒരൊറ്റ വീഡിയോ ഇട്ടിടണേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ലോങ് വീഡിയോ ഞാൻ എടുത്ത് തുടങ്ങിയതാണ്. അപ്പോൾ രാവിലത്തെയും വൈകുന്നേരത്തെയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സെയിം ആണ്, എൻ്റെ ഡെയിലി റുട്ടീനാണ് അതൊക്കെ. ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യണേ. അപ്പം ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം അതിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ 2 വീഡിയോ കൂടിയിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് എടുത്തത്. അപ്പം എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആവും. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം അല്ല, ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് എനിക്ക് ഒരൊറ്റ ദിവസം വീഡിയോ എടുക്കാനായിട്ട് പറ്റാണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനപ്പോൾ എന്തായാലും എടുത്തു തുടങ്ങിയതല്ലേ വിചാരിച്ചിട്ട് ഞാനത് 2ാമത്തെ ദിവസം കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് വെള്ളയപ്പം അതുപോലെ തന്നെ ചട്നി ഇരുന്നിട്ടുണ്ടായിരുന്നത്. വെള്ളയപ്പം നമ്മൾ വാങ്ങിയതാണ്, ഉണ്ടാക്കിയതല്ലോ കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് ബീഫായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ നാളായിട്ടുണ്ട് ബീഫ് വാങ്ങിയിട്ട്. അപ്പോൾ ഇന്ന് അച്ഛനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അച്ഛൻ തന്നെ മുറിച്ച് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛനാണെങ്കിൽ സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ മുട്ടയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ മുട്ടയുടെ സെയിലുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോയി. പിന്നെ ബീഫിക്ക് പച്ചമുളകും ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അച്ഛൻ പുറത്തേക്ക് പോയിട്ടാണ്. അപ്പോൾ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛൻ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ സവോളയും ഇഞ്ചിയും ഒക്കെ അരിയാനായിട്ട് നിന്നുട്ടാ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ പുതിയ കത്തിയാണ്, ഈ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ സൂക്ഷിച്ചും കണ്ട് അരിയണം, അല്ലെങ്കിൽ നമ്മുടെ കൈ പൂട്ടാം. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പതുക്കെയാണ് അരിയണത്, പേടിയാണ് കൈ മുറിയും. അതേപോലെ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന്. അപ്പം അച്ഛൻ പോണേക്കാൾ മുന്നേ തന്നെ ബീഫൊക്കെ മുറിച്ച് കഴുകി സെറ്റാക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നിട്ട് നമുക്ക് നേരെ വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ തേന ദേവേച്ചിക്കും പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തേന അവളെ കൊണ്ടാണ് അരിയിക്കണം കേട്ടോ. വെളുത്തുള്ളി അരിയാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ വലിയ അല്ലിയുള്ള വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഞാൻ അരിയും. ഇതാണെങ്കിൽ ചെറിയ ചെറിയ അല്ലികളാണ്, അരിയാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ സവാളയും ഇഞ്ചിയൊക്കെ അരിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവൾക്ക് വെളുത്തുള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അരിയാനായിട്ട്. അപ്പോഴേക്കും എന്താ അച്ഛൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ. നന്നായി ഞങ്ങളുടെ അരിഞ്ഞ് കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇത്രയും നേരം എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് ചീത്ത കേട്ടാനേട്ടാ. അപ്പം അച്ഛൻ വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അച്ഛൻ വന്ന് അച്ഛൻ്റെ കാര്യപരിപാടിയിലേക്ക് കടന്നു. ഇന്ന് അച്ഛനാണ് കേട്ടോ ബീഫ് കറി വെക്കണേ, വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് വർക്കുണ്ട്, അപ്പം അമ്മ പോയിക്കാണ്. അപ്പം അച്ഛൻ രാവിലെയാണല്ലോ ബീഫ് വാങ്ങിയത്. അപ്പം അച്ഛൻ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനാണ് ഇന്നത്തെ കറി വെക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കുമല്ലോ, അങ്ങനെ മൂപ്പിക്കാനായിട്ട് നിന്നൂട്ടാ. ഇതപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴാണല്ലോ അത് മൂക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പൊടികളും അച്ഛൻ ഇടുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അപ്പം മിക്സ് ആയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ, കരിയാൻ പാടില്ല. അത് ഈ ഒരു കളറിലാണ് നിൽക്കണ്ടേ. അപ്പം ഞാനാണെങ്കിൽ ഇപ്പുറത്ത് അച്ഛൻ ഇപ്പോൾ വാങ്ങി കൊണ്ടിട്ടുണ്ടായിരുന്ന മുളകുണ്ടല്ലോ, അതൊക്കെ ചെപ്പിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നിന്നുട്ടാ. അപ്പോൾ പിന്നെ അച്ഛൻ്റെ അടുത്ത സ്റ്റെപ്പേക്ക് കടന്നുണ്ട് കേട്ടോ. നമ്മുടെ ബീഫിൽ ഈ മൂപ്പിച്ച പൊടികളുണ്ടല്ലോ അതൊക്കെ ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ഇതൊക്കെ അച്ഛൻ ഇട്ട് കൊടുത്തിട്ട് ഈ ചട്ടി ആരും ശ്രദ്ധിക്കണ്ട, ഇതിൻ്റെ ആ പിടുത്തുണ്ടല്ലോ അത് ഇങ്ങനെയോ പോയി. പിന്നെ നല്ല ചട്ടി ആയതുകൊണ്ട് ഞങ്ങൾ കളഞ്ഞിട്ടില്ല എന്നുള്ളൂ. ഇതിൽ തന്നെ ഇങ്ങനെ പൊടികൾ മൂപ്പിക്കാനും പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാച്ചാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ കൂടുതലും. ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ പച്ചമുളക് മുറിച്ചിട്ടുണ്ടായിരുന്നു. പച്ചമുളക് മുറിച്ചതും അതുപോലെ തന്നെ നേരത്തെ നന്നാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുക്കർ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ആ കുക്കറിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല, നമ്മളത് ഇട്ടപ്പോൾ ചിന്തിച്ചില്ല കേട്ടോ. പിന്നെയാണ് നമ്മളത് മിക്സ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് കുക്കർ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ കുക്കർ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യപരിപാടിയിലേക്ക് കടന്നു കേട്ടോ. അടിച്ചു വാരാനും തുടയ്ക്കാനും അതിനൊക്കെ ആയിട്ട് നിന്നു. അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് കേട്ടോ. എങ്ങോട്ടാന്ന് വെച്ചാൽ ബാങ്കിലേക്കൊക്കെ ഒന്ന് പോകണം. ചേച്ചിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ബാങ്കിൽ പോയിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ഒരു കാര്യത്തിനും വേണ്ടി പോകണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ രാവിലെ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ആയിട്ട് നിന്നു. ഞാനിപ്പോൾ ചെയ്യണതേ അവിടെ ചെരുപ്പ് എടുക്കണ്ട. അപ്പം ആ ചെരുപ്പൊക്കെ കാലും എടുത്തിട്ട് ആ ഭാഗമൊക്കെ അടിച്ചിട്ട് വീണ്ടും ചെരുപ്പോടെ ഇടന്തോട്ടേ കാണണേ. അപ്പം അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ തുടയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇതെന്നും തുടയ്ക്കൊന്നുമില്ല കേട്ടോ, 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മൾ തുടയ്ക്കാറുള്ളൂ. പിന്നെ നന്നായിട്ട് വല്ല
ചെളിയും പൊടിയൊക്കെ ആയാലാണ് കേട്ടോ തുടച്ചിടാറുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. വേഗം അടിച്ചു വാരിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ തുടയ്ക്കാനായിട്ട് അടച്ചു കഴിഞ്ഞിട്ട് അപ്പം ഞാൻ നേരെ പോയി കുളിച്ചുട്ടാ. കുളി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചധികം ഡ്രസ്സുകൾ നമുക്ക് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു. അപ്പം ഇന്നാണ് എല്ലാം കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നാണെങ്കിൽ മഴക്കാരൊന്നും ഇല്ല, ചെറുതായിട്ടൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചു വേഗം അത് ഇട്ട് പുറത്ത് കൊണ്ടിട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അപ്പം അതിനായിട്ട് ഇട്ട് കൊടുത്തുട്ടാ. ഞാൻ ഈ റെഡി ആവണത് ബാങ്കിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡി ആവണേ. അപ്പം അച്ഛൻ വിളിച്ചു പറഞ്ഞു റെഡി ആയി നിന്നു, അച്ഛൻ വരുന്നുണ്ടെന്ന് കേട്ടാ. അപ്പം ഞങ്ങളിത് റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. തലൂർ തന്നെയാണ് കേട്ടോ നമ്മുടെ ബാങ്ക് വരണത്. നമ്മുടെ വീട്ടിൽ നിന്ന് പോവാണെങ്കിൽ 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ തലൂർക്ക്. അപ്പം നമ്മൾ കയറിയിരിക്കലും എത്തലൊക്കെ ഒരുമിച്ച് തന്നെയാണ്, അത്രയും പെട്ടെന്ന് എത്തും നമ്മൾ. അപ്പോൾ ബാങ്കിലെത്തിയിട്ട് ബാങ്കിലത്തെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കണേ. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോണത് ഫോണിൻ്റെ എൻ്റെ സ്ക്രീൻ കാർഡ് ഒന്ന് മാറ്റണമെന്നുണ്ടായിരുന്നു. 2-3 വട്ടം വീണിട്ട് അതങ്ങനെ പോയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാനാണ് കേട്ടോ ഞാൻ ഈ പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങിയിട്ട് നമ്മളൊരു ജ്യൂസ് കടയ്ക്ക് പോയിട്ട് അവൾക്കാണെങ്കിൽ ഷേക്ക് വേണമെന്ന് പറഞ്ഞു. നമ്മൾ കുറച്ചധികം വെയിൽ കൊണ്ടുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അവളൊരു ഷേക്കും കുടിച്ചു, ഞാനാണെങ്കിൽ ഒരു ഗ്രേപ്പ് ജ്യൂസും കുടിച്ചുട്ടാ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. പിന്നെ അമ്മ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അമ്മയ്ക്ക് ഒരു ചേച്ചി ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ചേച്ചി തന്നെ കൊടുത്ത മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ മാമ്പഴ പുളിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചു വൈകുന്നേരം. അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് മാമ്പഴ പുളിശ്ശേരി. എനിക്ക് മുന്നേ നല്ല ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പം അമ്മ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ അച്ഛൻ വെച്ച ബീഫ് കറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഞാനാണെങ്കിൽ ചോറ് ഊറ്റാനായിട്ട് നിന്നു. അപ്പോൾ ഞങ്ങൾ കയ്യിൽക്കൊട്ട വെച്ചിട്ടാണ് കേട്ടോ ചോറ് ഊറ്റാറ്. ഞാൻ ചിലവർ ചോറ് വേറെ രീതിയിൽ ഊറ്റണ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കലത്തിലാണോ വെച്ചതെന്ന് വെച്ചാൽ അതൊരു തുണിയോ അങ്ങനെ എന്തോ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ചെരിച്ച് ഊറ്റണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ശരിക്കും എളുപ്പം. ഇതാണെങ്കിൽ നമ്മൾ കുറേ വട്ടം കയ്യിൽ കൊണ്ടുകൊണ്ട് കോരി എടുത്ത് ഊറ്റി നിൽക്കണം. മറ്റേതാകുമ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് പോവാമല്ലോ അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഊറ്റാറ്. ഇവിടെ നമ്മൾ കയ്യിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഊറ്റിയെടുക്കാറ്. പിന്നെ ഞാനാണെങ്കിൽ തണ്ണിമത്തങ്ങ മുറിക്കാനായിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നിന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ അവിടെ ചിരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തണ്ണിമത്തങ്ങ ഇങ്ങനെ റൗണ്ടായിട്ട് മുറിച്ച് അതിന് ഓരോ പീസാക്കിയിട്ട് വീണ്ടും സ്ലൈസ് ആക്കാൻ കേട്ടോ ചെയ്യാറ്. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാറുണ്ട് ആക്കുമ്പോൾ. ഇതേ കണ്ടോ, ഇതിങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ അടുത്താണ് ഞാൻ അങ്ങനെ ചെയ്തു തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ മറ്റേ വലിയ പീസായിട്ട് കടിച്ച് നിന്ന പോലെയൊക്കെയാണ് ചെയ്യാറ്. ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് എടുത്ത് കഴിക്കാനായിട്ട് ഈസി ആവുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം ചെയ്യാറുള്ളത്. പിന്നെ മുറിക്കണേൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ വായയ്ക്കും ഒക്കെ പൂട്ടുക. അത് പിന്നെ അങ്ങനെയാണല്ലോ, സ്വാഭാവികമാണ്. അത് നമ്മൾ ആപ്പിൾ ആണെങ്കിലും എന്തരിയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ അരിയുമ്പോൾ നമ്മുടെ വായിക്ക് അത് പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ പൂട്ടാം. അപ്പം എൻ്റെയും അങ്ങനെ പോകാറുണ്ട്. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചൊക്കെ അവൾക്ക് കൊണ്ട് കൊടുക്കണ്ട കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇവൾക്ക് പിന്നെ കുറച്ച് കൺസിഡറേഷനൊക്കെ ഉണ്ടല്ലോ, പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യിലൊക്കെ കൊണ്ട് കൊടുക്കും. ഇതാണ് ഞാൻ അരിഞ്ഞത്. ഇങ്ങനെയായിട്ട് കാണാൻ തന്നെ നല്ല രസമല്ലേ. പിന്നെ വൈകുന്നേരം ഇപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. അച്ഛൻ്റെ ബീഫ് കറിയും പിന്നെ അമ്മയുടെ മാമ്പഴ പുളിശ്ശേരിയും അതൊക്കെ ആയിരുന്നു ഇന്ന് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. ബീഫ് കറി പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നാളികേരം കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ ദേവേച്ചി വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ കാങ്കുള് അവിടെ ഇരിക്കുന്നുണ്ട്, പ്രാണീനെ നോക്കിയിട്ടാണ് ഇരിക്കണേ. ദേവേച്ചി ഇപ്പോഴാണ് വന്നേണേ. അവൾ ചേട്ടനെയും പിന്നെ അവിടെ വീട്ടിലേക്കും ഒക്കെ വിളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൾ ഞങ്ങളുടെ ഫുഡടി കഴിയാറായപ്പോഴാണ് കേട്ടോ അവൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ടി വിയിലാണെങ്കിൽ പ്രിൻസ് ആൻഡ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത്. വൈകുന്നേരം നേരത്ത് നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ഫുഡടി കഴിഞ്ഞിട്ട് ഞാൻ പല്ല് വയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ മുന്നേ ഈ പല്ല് വയ്ക്കണ ശീലം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് വന്ന് ഞാൻ ആഷിക്ക് വന്നതിന് ശേഷം കേട്ടോ. ആഷിക്ക് എന്ന് പറയുന്നത് തന്നെ കെട്ടാൻ പോണ ആളാണ്. അപ്പോൾ അവൻ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ പല്ല് തേക്കണ ശീലമൊക്കെ കേട്ടോ. അവൻ പറയാറുണ്ട് അവൻ എപ്പോഴും പല്ലിങ്ങനെ തേക്കും വൈകുന്നേരം. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാനും ഈ ശീലം പഠിച്ചത് തന്നെ കേട്ടോ. ഇപ്പം ഞാനും ഇതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ പല്ല് തേച്ചിട്ട് ഞാനും കിടക്കാറുള്ളൂ. ഫുഡടി കഴിഞ്ഞിട്ട് നമ്മൾ പോയി പല്ല് തേക്കും. ഇല്ലാത്ത ശീലങ്ങൾ